എൻ്റെ പേര് അഖില. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ഫെബ്രുവരിയിലാണ്. ആ ടൈമിൽ ഞാൻ B2 ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേന് എനിക്ക് ജർമ്മൻ നല്ല പാടായിരുന്നു. അപ്പം ഞാൻ B2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ 2 തവണ എക്സാം എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ കൊച്ചിയിൽ എഴുതി. അപ്പോൾ എനിക്ക് 3 മൊഡ്യൂൾ കിട്ടി. അപ്പോൾ എനിക്ക് സ്പീക്കിങ് ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഗോയിത്തേശ് വന്നപ്പോഴത്തേന് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ സ്പീക്കിങ് എനിക്ക് ഭയങ്കര പാടാണ്, ഇനി എനിക്ക് ഒന്നുകൂടെ അറ്റൻഡ് ചെയ്യാനുള്ള ഇട വരുത്തല്ലെന്ന് പറഞ്ഞു. അമ്മ എനിക്ക് 3 മൊഡ്യൂൾ തന്ന് അമ്മ എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ 2 മാസം കഴിഞ്ഞ് ബാംഗ്ലൂർ ഡേറ്റ് എടുത്തു. അത് എനിക്ക് ലിസണിങ് കൂടെ കിട്ടാനുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴും എനിക്ക് ഉപ്പിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു ഇത് കിട്ടിയില്ല. ഞാൻ എക്സാം ഹാളിൽ കയറിയപ്പോഴത്തേന് 3 ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ക്വസ്റ്റ്യനൊക്കെ ഞാൻ ലിസണിങ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ പഠിച്ച ഒരു 5 6 എണ്ണേ ഉള്ളൂ, ബാക്കിയൊന്നും എനിക്ക് അറിയാൻ മേല. അപ്പം ഞാൻ ചുമ്മാ എല്ലാം അങ്ങ് ക്രോസ് ചെയ്തു. അല്ലാതെ ഞാനൊന്നും എനിക്കൊരു ഡൗട്ട് പോലും തോന്നിയില്ല. കാര്യം എനിക്ക് അറിയത്തില്ല, ആകെ 5 6 മാത്രമേ അറിയാവുന്നുള്ളൂ. അപ്പം ഞാൻ ചുമ്മാ ക്രോസ് ചെയ്ത് വിട്ടു. അപ്പം എൻ്റെ അമ്മ എക്സാം കഴിഞ്ഞിറങ്ങിയപ്പം എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ കിട്ടത്തില്ല, തോറ്റു പോകുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഉച്ചയായപ്പോഴത്തേനാണ് വീട്ടിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഒരു മണിക്കൂറിനിടെ തന്നെ റിസൾട്ട് വന്നു. അപ്പോഴത്തേന് എൻ്റെ ഒരു കൂട്ടുകാരത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി റിസൾട്ട് വന്നു, ചേച്ചി നോക്കാൻ പറഞ്ഞു. അവൾക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞു. അവൾക്ക് എളുപ്പമായിരുന്നെന്ന് പറഞ്ഞു, അവൾക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കി. അപ്പോഴും അമ്മ എന്നോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ എക്സാമിൻ്റെ കാര്യം നിനക്ക്, ഞാൻ പറഞ്ഞമ്മ കിട്ടത്തില്ല. അപ്പം ഒരു പ്രതീക്ഷ പോലും ഇല്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ റിസൾട്ട് നോക്കുന്നത്. ഞാൻ നോക്കിയപ്പോഴത്തേന് കറക്റ്റ് 60 മാർക്ക് നിന്ന് മാതാവ് എന്നെ ജയിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പല ഏജൻസിയിലും കൊടുത്തെങ്കിലും എനിക്കൊരു 8 വർഷത്തെ കരിയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ആരും വിസ റിജക്ഷൻ വരുമെന്ന് പറഞ്ഞ് എടുത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴും ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. അവസാനം ഒരു ഏജൻസിയിലെടുത്തു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എൻ്റെ ഇൻ്റർവ്യൂവർ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ 8 വർഷത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ എടുത്താലും നിങ്ങൾക്ക് വിസ റിജക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂ നഷ്ടമായി. അത് കഴിഞ്ഞ് ഒരു 4-5 മാസം ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഏജൻസി കൊടുത്തു. അതും ഒരു 5 ഇൻ്റർവ്യൂകളും എനിക്ക് അവർ തന്നു. അതും ഞാനൊന്നും പാസ്സാവുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ തന്നെ പക്ഷേ കണ്ടിന്യൂ ചെയ്ത് പോയി. ഞാൻ പോകുന്നിടത്തെല്ലാം ഉപ്പ് കൊണ്ടുപോവുകയും എല്ലാ ഓഫീസുകളിലൊക്കെ പോകുമ്പോഴത്തേനും ഞാൻ ഉപ്പ് കൊണ്ടുപോയി അവിടെ കൊണ്ടിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അച്ഛനെ ഇവിടെ വന്ന് കണ്ടു. ജോസഫ് അച്ഛനെ കണ്ടു അടുത്ത ഇൻ്റർവ്യൂവിന് മുമ്പ്. 7ാമത്തെ ഇൻ്റർവ്യൂവിന് മുമ്പ് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ നിന്ന് ബ്ലെസ്സിങ് വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അടുത്ത് എൻ്റെ കസേരയുടെ ഇപ്പുറത്ത് മാതാവിന് ഒരു കസേര ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി. എനിക്കറിയാവുന്ന 3-4 ക്വസ്റ്റ്യൻസ് മാത്രമേ അവർ ചോദിച്ചുള്ളൂ. അറിയാൻ മേലാത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ജനുവരി 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ബർത്ത്ഡേക്ക് മുമ്പ് എനിക്ക് കോൺട്രാക്റ്റ് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അമ്മ എനിക്ക് ബർത്ത്ഡേക്ക് മുമ്പ് കോൺട്രാക്റ്റ് തന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് കാര്യങ്ങൾ നടന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ വിസയ്ക്ക് വെച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, ഞാൻ ജനുവരി ലാസ്റ്റാണ് വിസയ്ക്ക് വെക്കുന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മയുടെ ഒരു കയ്യൊപ്പ് പതിഞ്ഞ രീതിയിൽ എനിക്ക് വിസ കിട്ടണം. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേന് ഫെബ്രുവരി 11, 10, 11 മാതാവിൻ്റെ 3 നോയമ്പുമാണ്. അതുപോലെ ലൂർദ് മാതാവിൻ്റെ തിരുനാളുമാണ്. അങ്ങനെ ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് വിസ അടിക്കുന്നത് ഫെബ്രുവരി 10-ാം തീയതിയാണ്. എനിക്ക് വിസ കയ്യിൽ കിട്ടുന്നത് ഫെബ്രുവരി 13-ാം തീയതിയാണ്. ഞാനിപ്പം ഈ ആഴ്ച ഞാൻ വിദേശത്തേക്ക് പോവുകയാണ്. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു 3ാമത്തെ ഉടമ്പടി പുതുക്കൽ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഒരു ഭയങ്കരമായിട്ട് തലമുടി കൊഴിയുന്ന ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പം ഞാൻ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചപ്പം എന്നാന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോഴത്തേന് വൈറ്റമിൻ്റെ വൈറ്റമിൻ ഡിയുടെ വല്ലതും കുഴപ്പമാണെന്ന് വിചാരിച്ച് അതും ടെസ്റ്റ് ചെയ്തു. അപ്പം അതിൻ്റെ ഡെഫിഷ്യൻസി ഒന്നും അല്ല. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഡോക്ടേഴ്സിനൊന്നും കാണിക്കാൻ പോയില്ല. ശരിക്കും ഭയങ്കരമായിട്ട് തലമുടി പോയുന്നുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് ഉപ്പും ഇവിടുത്തെ കൃപാസനത്തിലെ ഉപ്പും തൈലവും ഞാൻ പുരട്ടി ഞാൻ ഇങ്ങനെ കുരിശ് വരച്ചു, തലയിൽ കുരിശ് വരച്ചു. അങ്ങനെ അതെനിക്ക് ഒരാഴ്ച കൂടി തന്നെ എല്ലാം എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. പിന്നെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എനിക്ക് എവിടെ ചെന്നാലും എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് സുഗന്ധാഭിഷേകവും ലഭിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്, ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ഗവൺമെൻറ് ആശുപത്രികൾ കൊണ്ട് കൊടുക്കുകയും അതുപോലെ ഞാൻ കുറച്ച് നടന്നിട്ടാണെങ്കിലും വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ പൊതിച്ചോറ് കെട്ടിക്കൊടുക്കാറുണ്ട്. അത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ എന്നെ കൂടി പറ്റുന്ന വിധത്തിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയും. സക്കറിയ 10:12
ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും. അവർ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളും. അഖിലമോൾ ജോസഫ് എന്ന ഈ സഹോദരി ഉടമ്പടി എടുത്ത് തൻ്റെ B2 പഠനവും വിദേശത്തേക്കുള്ള യാത്രയുമാണ് പ്രധാന നിയോഗമായി അമ്മയുടെ തിരുനടയിൽ സമർപ്പിച്ചത്. മകൾ പറയുന്നുണ്ട്, ആദ്യം 3 മൊഡ്യൂൾ കിട്ടിയെങ്കിലും മറ്റൊരു മൊഡ്യൂൾ കിട്ടുന്നതിന് വേണ്ടി ഏറെ ക്ലേശം അനുഭവിച്ചു. പലപ്പോഴും പരീക്ഷയ്ക്ക് പോയിട്ട് എന്താണ് ചോദിക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ ഏറെ പ്രയാസം അനുഭവിച്ചിരുന്നു. ആ നാളുകളിലൊക്കെയും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുകയും ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ വിശ്വസ്തയോടും വിശ്വാസത്തോടും ഫലം കിട്ടുമെന്ന പ്രത്യാശയോടുകൂടി ഉപയോഗിക്കുകയും ചെയ്തു. അതിലൂടെ മകള് ഒന്നും എഴുതിയില്ല, കിട്ടില്ല എന്ന് തന്നെ മനസ്സ് പറഞ്ഞ പരീക്ഷയിൽ പോലും കൃത്യം പാസ് മാർക്ക് ലഭിച്ച് സ്പീക്കിംഗ് ക്ലിയർ ചെയ്തതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത്, മകൾക്ക് 8 വർഷത്തെ കരിയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സിൽ ഒരു ഏജൻസികളും അവരുടെ പേപ്പർ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലായിരുന്നു. ഒരു കൂട്ടർ ആദ്യം എടുത്തതും അത് ഇടയ്ക്ക് വെച്ച് അവർ ഡ്രോപ്പ് ചെയ്തു. ഈ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു ഏജൻസിയെ സമീപിച്ച് ആ ഇൻ്റർവ്യൂവിന് വേണ്ടി ആ പേപ്പർ കൊടുക്കുമ്പോൾ യാതൊരു ക്ലേശവും തടസ്സവും ബുദ്ധിമുട്ടുമില്ലാതെ 8 വർഷത്തെ ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൂടിയും വിദേശത്തേക്ക് പോകുവാനുള്ള ഓരോ കാര്യവും അമ്മ മാതാവ് ക്രമീകരിച്ചു കൊണ്ടിരുന്നു. മകൾക്കറിയാവുന്ന 2-3 കാര്യങ്ങൾ മാത്രം അവർ ചോദിച്ചു. ഒരു കാര്യവും മകൾക്ക് ക്ലേശകരമായിട്ട് അവിടെയൊന്നും മാറുവാനുള്ള യാതൊരു അവസരവും ഉണ്ടായുമില്ല. മകളങ്ങനെ ഭാരങ്ങൾ ലഘൂകരിക്കപ്പെട്ട് സമയച്ചുരുക്കത്തിൽ ആ വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സ് ലഭിച്ചതും ഈ അടുത്ത ദിവസങ്ങളിൽ വിദേശത്ത് പോകുന്നതിനെയുമാണ് സന്തോഷത്തോടു കൂടി ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന്, തലമുടി കൊടിയുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് മകൾ സൂചിപ്പിച്ചത്. അപ്പോഴും പരിശുദ്ധമ്മയുടെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമാണ് മകൾ ഉപയോഗിച്ചത്. ആദ്യം കുറച്ച് മരുന്ന് ഉപയോഗിച്ച് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് പൂർണ്ണമായി മരുന്ന് ഉപേക്ഷിച്ചുകൊണ്ട് നേർച്ചവസ്തുക്കളുടെ പ്രയോഗത്തിലേക്ക് മകൾ കടന്നു വരികയും അതിലൂടെ പൂർണ്ണമായി സൗഖ്യം ലഭിച്ച് തലമുടി സാധാരണ പോലെ വളരുന്ന രീതിയിൽ മകൾക്ക് മാറുകയും ചെയ്യുന്നത്. നമ്മൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയിൽ ഏത് നിയോഗം സമർപ്പിക്കുമ്പോഴും നമ്മുടെ ജീവിതം കാണുന്ന അമ്മ തിരുക്കുമാരൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി എന്നും അനുഗ്രഹം നമ്മളെക്കാൾ ആഗ്രഹത്തോടെ വേഗത്തിൽ നേടിത്തരുന്നതിന് വേണ്ടി ഇടപെടുന്നു എന്നതാണ് കൃപാസന മാതാവിൻ്റെ ഈ സന്നിധാനത്തിൻ്റെ സവിശേഷത. കാരണം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ലോകം മുഴുവനും വ്യക്തികൾ ഉണ്ടാവേണ്ടതിന്, സുവിശേഷം പ്രചരിക്കേണ്ടതിന്, ഈ അനുഭവത്തെ പങ്കുവയ്ക്കപ്പെടേണ്ടതിന് എല്ലാ ദേശത്തു നിന്നും എല്ലാ കാലത്തിലേക്കും അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളെ നിരവധിയായി ഓരോ ദിനവും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകളും പങ്കുവയ്ക്കുക. തൻ്റെ പരീക്ഷയ്ക്കുള്ള വിജയം, വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി അത് ക്രമീകരിച്ച് കിട്ടിയത്, രോഗത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ചും. നമ്മുടെ ഏതൊരു നിയോഗത്തെയും അമ്മയുടെ തിരുനടയിൽ പൂർണ്ണമായി ശരണപ്പെട്ട വിശ്വാസത്തോടെ സമർപ്പിച്ച് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സാക്ഷ്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.